ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ അലീനയോട് ആനി പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാലും ചേച്ചിയുടെ വീട്ടുകാരൊക്കെ നല്ല വീട്ടുകാരായിരിക്കും അല്ലേ? ആർക്കറിയാം മോളെ, നല്ലവരായിരുന്നെങ്കിൽ അവരെന്തിനാ എന്നെ ഉപേക്ഷിക്കുന്നത്? എന്നെ ഉപേക്ഷിക്കേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നില്ലല്ലോ. അതും ശരിയാ. ഇപ്പോൾ ആരെ എന്ത് പറയണമെന്നും എങ്ങനെ വിശ്വസിക്കണമെന്നും ഒന്നും അറിയില്ല ചേച്ചി. സാരമില്ല, നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. വാ മോളെ കിടക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കിടക്കുകയാണ്. ഈ സമയം നേരം പരപരാ വെളുത്തു. അപ്പോഴേക്കും അവർ വരിക. അവർ രണ്ടുപേരും ഓടി വരിക ഡോക്ടറെയും കൊണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം അച്ഛന്? ഇപ്പോൾ ശ്വാസം ചെറുതായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നും മനുവിൻ്റെ അമ്മ. അത് കേട്ടതും ഡോക്ടറെ കൊണ്ട് മുകളിലേക്ക് ചെല്ലുക. അപ്പോൾ മനു ആണെങ്കിൽ മുത്തശ്ശന് ഇത്തിരി തല നേരെ വെച്ച് കിടക്കണോ? മോനെ എന്നും പറയുക. ഈ സമയം മുത്തശ്ശനെ നേരെ കിടത്തുക. അങ്ങനെ മുത്തശ്ശൻ നേരെ കിടക്കുമ്പോൾ ഡോക്ടർ വരിക. എന്താ പറ്റിയേ? പേടിക്കണ്ട കേട്ടോ. തിരുവനന്തപുരം വരെ ഒരു യാത്ര പോയെന്ന് മോൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എന്തിനാ അത്രയും ദൂരെ യാത്ര പോയത്? അതുകൊണ്ടല്ലേ വയ്യായിക വന്നത്? അപ്പോൾ മുത്തശ്ശൻ മനുവിനെ തുറച്ചു നോക്കുക. ഈ സമയം മനു ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ പറയുക, എന്താ അച്ഛാ ഇത്? അച്ഛൻ എന്താ കുഞ്ഞു പിള്ളേരെ പോലെ? എന്തിനാ തിരുവനന്തപുരം വരെ പോയത്? പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോയത്. അതേ, ഇങ്ങനെ വാശി പിടിക്കല്ലേ, വയസ്സായില്ലേ. ICUലേക്ക് മാറ്റിയാലേ ചിലപ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവില്ലേ. അപ്പോൾ ഡോക്ടർ, അതെ, ഓക്സിജൻ ഇടാം, ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താലോ? ഹോസ്പിറ്റലിലേക്ക് മാറ്റട്ടെ? വേണ്ട, എന്നെ എവിടേക്കും മാറ്റണ്ട. മരിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും മുൻപിൽ എനിക്ക് മരിച്ചാൽ മതി. അവരെ കണ്ടുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി. ICU കൊണ്ടിട്ട് എന്നെ ഒറ്റപ്പെടുത്തി ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് അവിടെ കിടന്ന് ഞാൻ മരിക്കണത് ആരും കാണാൻ പറ്റാതെയല്ലേ? അത് വേണ്ട എന്നും മുത്തശ്ശൻ. അത് കേട്ടതും മനുവിന് ചിരി വരിക. അപ്പോൾ മനുവിൻ്റെ അച്ഛൻ ചോദിക്കുക, എടാ നീ എന്തിനാണ് അച്ഛനെ കൊണ്ട് തിരുവനന്തപുരത്ത് പോയത്? അത് പിന്നെ മുത്തശ്ശനൊരാഗ്രഹം പറഞ്ഞപ്പോൾ ആഗ്രഹം പോലും അച്ഛൻ ചന്ദ്രനെ പോകണമെന്ന് പറഞ്ഞാൽ നീ കൂട്ടിക്കൊണ്ട് പോകുമോടാ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ ഒച്ചയിടുക. അത് കേട്ടതും ശല്യം ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? എന്നെ ശല്യപ്പെടുത്താനായിട്ട് വന്നോളും, ഓരോന്നൊങ്ങ വലിഞ്ഞു കയറി ഇവിടുന്ന് എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഓടിച്ചു വിടുക മുത്തശ്ശൻ്റെ മരുമോളെ. ഈ സമയം മരുമോൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണെങ്കിൽ ഡോക്ടർ, ശരി, രോഗിയുടെ അടുത്ത് ഒരാൾ മതി, ഇത്രയും പേര് നിൽക്കണ്ട. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, അദ്ദേഹത്തിന് ഇത്രയും പേര് നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പോയിക്കോ, എല്ലാവരും പോയിക്കോ. ഞാനിവിടെ നിന്നോളാം ഡോക്ടറെ, അമ്മ പോയിക്കോ, ഞാൻ മുത്തശ്ശൻ്റെ കൂടെ നിന്നോളാം എന്നും പറഞ്ഞുകൊണ്ട്. എടാ, നിന്നോട് ഞാൻ പറയരുതെന്ന് പറഞ്ഞിട്ട് നീ എന്താ എല്ലാവരോടും അത് പറഞ്ഞത്? അത് പിന്നെ മുത്തശ്ശ, ഡോക്ടർ ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. മോനെ, ആവശ്യമില്ലാത്ത അടുത്തേക്കല്ല, ആവശ്യമുള്ള അടുത്തേക്കാണ് നമ്മൾ പോയത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോയത്. എന്തായാലും ആ പെൺകുട്ടി വരുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനിങ്ങനെ കിടക്കുക. സോറി മുത്തശ്ശ, പറയരുതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയേണ്ടി വന്നു. മുത്തശ്ശനിപ്പോൾ കുഴപ്പം വല്ലതും ഉണ്ടോ? ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല, നീ പേടിക്കണ്ട മോനെ, എല്ലാം ശരിയാവുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, 2 ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, മോനെൻ്റെ അടുത്തുണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ കിടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീനയെ മമ്മി വിളിക്കുക. മോളെ, വളരെ കുറച്ച് ദൂരത്ത് ഒരു സ്ഥലമുണ്ട്, ത്യാഗഭവൻ. മോള് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മുത്തശ്ശി. അനാഥ പിള്ളേരെയൊക്കെ നോക്കുന്ന സ്ഥലമല്ലേ, കുഞ്ഞു കുട്ടികൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് മോളും അവിടേക്കൊന്ന് പോകണം. എന്തിനാ മമ്മി എന്നും ചോദിക്കുക. അത് കേട്ടതും അത് പിന്നെ മോളെ, എന്താ മമ്മി, എന്താണേലും പറ, എന്തിനാ പോകുന്നേ? എന്തിനാ ത്യാഗഭവനിലേക്ക് ഞാൻ പോകുന്നേ? അവിടെ നിന്ന് ഏതെങ്കിലും കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരാനാണോ? എന്താ അലീന ഇത്? നമ്മൾ ഇത്രയും പേരെ ഒഴിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് വരാനായിട്ട് ഞാൻ പറയുമോ? ഇത് ചിന്നുമോളുടെ കാര്യത്തിലാണ്, ചിന്നുമോളെ അവിടെ കൊണ്ടാക്കണം. അത് കേട്ടതും നമ്മുടെ ചിന്നുമോളെയോ? അതെ മോളെ, ചിന്നുമോളെ അങ്ങോട്ടേക്ക് ആക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും എന്താ മമ്മി ഇത്? ഈശ്വര, ചിന്നുമോളെ ഇവിടെ നിന്ന് വിടാൻ നമുക്ക് പറ്റുമോ മമ്മി? ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, ഞാൻ പോകുന്നിടത്തേക്ക് അവളും വന്നോട്ടെ മമ്മി. എൻ്റെ മോളെ, അവിടുത്തെ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവിടെ നിൻ്റെ കാര്യമോ കഷ്ടമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ചിന്നുമോളെയും കൂട്ടി നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ മോളെ? മമ്മി, ഞാൻ അനാഥയാണ്, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവരോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചിന്നുമോളെ നോക്കിക്കോളാം മമ്മി. അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ചതല്ലേ, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം മമ്മി. അവളെന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല. എൻ്റെ മോളെ, നീ കാര്യം അറിയാതെ പറയുന്നത്. നിനക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഇല്ലെങ്കിൽ നീയും ഇതുപോലെ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ കഴിയേണ്ടി വരും.
മമ്മി മമ്മി ഞാൻ ചിന്നുമോളെ എങ്ങനെ വിട്ടുകൊടുക്കാനാ? ഇത്രയും നാളും അവളെ വളർത്തി വലുതാക്കിയിട്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയോ? അവളുടെ അമ്മയ്ക്ക് അവളെ ഉപേക്ഷിക്കാമെങ്കിൽ നിനക്കും അവളെ കൊണ്ടുപോയി വിടുന്നതിൽ ഒരു സങ്കടവും ഉണ്ടാവില്ല. മമ്മി ഇങ്ങനെ പറയരുത് മമ്മി, എനിക്കതിന് സാധിക്കില്ല. മോളെ നീ പോണം. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ്, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? കർത്താവ് നമ്മളോട് ചെയ്തത് വലിയൊരു ദ്രോഹമാണ്. മമ്മിക്ക് അസുഖം ഇല്ലായിരുന്നെങ്കിൽ മമ്മി ഇന്ന് ആരെയും പറഞ്ഞു വിടില്ലായിരുന്നു. എന്നാൽ മമ്മിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. മമ്മി ആകെ കഷ്ടത്തിലാണ് മോളെ, അതുകൊണ്ടാണ് മമ്മി പറയുന്നത്. എന്നാൽ ഞാൻ ആനിയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിക്കോട്ടെ. അതെന്തിനാ മോളെ? അവളുണ്ടെങ്കിൽ എനിക്കൊരാശ്വാസം. വരുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ വരണ്ടേ? അവളുണ്ടെങ്കിൽ എന്തായാലും മിണ്ടിയും പറഞ്ഞൊക്കെ വരാമല്ലോ മമ്മി. ശരി, എന്നാൽ പിന്നെ ആനിയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിക്കോ. പക്ഷേ എൻ്റെ അടുത്ത് ആരാ? ഞാൻ സിസ്റ്ററോട് പറയാം. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആലീന അങ്ങോട്ട് പോവുക. ഈ സമയം പ്രജിതാമ്മ ആലോചിക്കുക, എൻ്റെ കർത്താവേ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത്? എൻ്റെ ആയുസ് നിങ്ങളെടുക്കാൻ പോവുമല്ലേ? അതുകൊണ്ട് മാത്രമാണ്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ചിന്നുമോളെയും അലീനയും ഒക്കെ ഞാൻ പറഞ്ഞു വിടുന്നത്. ഒരു ആപത്ത് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ അവരെ ഞാൻ പൊന്നുപോലെ നോക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രജിതാമ്മ കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീനയെ ചിന്നുവിനെ ആനി കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആനി ഭയങ്കരമായിട്ട് കരയുക. അപ്പോൾ ചിന്നുമോള്, നമ്മ എവിടെ പോവുക ആൻറ്റി? നമ്മളെ ഒരു സ്ഥലത്ത് പോവുക മോളെ. എവിടേക്കാ? അത് അവിടെ ആനയും മയിലും കുരങ്ങും കുതിരയും ഒക്കെ ഉണ്ട്. പിന്നെ ചിന്നുമോക്ക് കളിക്കാൻ ഇഷ്ടം പോലെ കൂട്ടുകാർ. കൂട്ടുകാരോ? സത്യമാണോ ആൻറ്റി? സത്യ. പെട്ടെന്ന് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇനി എങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ ആനയെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. നീ എന്താടി കാണിക്കുന്നേ? എത്ര നേരം കൊച്ചിനെ കുളിപ്പിക്കും? മതി ആനി എന്നും പറയുക. അങ്ങനെ ആനി കുളിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അലീന തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആനി കരയുക. നീ എന്തിനാ കരയുന്നേ? ഏയ് ഞാൻ കരഞ്ഞതല്ല, ചിന്നുമോള് കണ്ണിലേക്ക് വെള്ളം തെറിപ്പിച്ചതാ എന്നും പറയാണ്. അത് കേട്ടതും നമ്മുടെ അലീന, ചിന്നുമോള് നിൻ്റെ കണ്ണിലേക്ക് തന്നെ വെള്ളം തെറിപ്പിച്ചോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. പക്ഷേ എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർക്കതിന് കഴിയുന്നില്ല. കാരണം അവരത്രയ്ക്ക് സ്വന്തം മോളെ പോലെയാണ് നോക്കി വളർത്തിയത് ചിന്നുമോളെ. എന്തു ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. ഈ സമയം ചിന്നുമോളെയും കൊണ്ട് അവർ അകത്തേക്ക് ചെല്ലുക. റൂമിൽ ചെന്നിരിക്കുക. അപ്പോൾ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ചിന്നുമോളുടെ മുഖത്ത് നോക്കിയിട്ട് അലീന കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ആൻറ്റി ഉടുപ്പിട്ടതാ ആൻറ്റി. അപ്പോൾ ഉടുപ്പിട്ട് കൊടുക്കുക. ആൻറ്റി മുടി ചീകിത്താ ആൻറ്റി. അപ്പോൾ മുടി ചീകി കൊടുക്കുക. ഇനി പൗഡറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മമ്മി അങ്ങോട്ട് വരിക. ചിന്നുമോള് റെഡിയായോ? ഇതെന്താ രണ്ടുപേരും ഇത്രയും നേരം കൊച്ചിനെ റെഡിയാക്കാൻ? ചിന്നുമോള് സുന്ദരിയാവുക. മമ്മി ചിന്നുമോൾ എങ്ങോട്ട് പോവുക എന്നും ചിന്നുമോള് മമ്മിയോട് ചോദിക്കുക. മോളെ ഒരു ദൂര സ്ഥലത്ത് കൊണ്ടാക്കാൻ പോവുക. എന്തിനാണെന്നറിയാമോ? കുറേ കൂട്ടുകാരെയും കളിപ്പാട്ടങ്ങളും ആനയും കുതിരയും കഴുതയും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത്. സത്യമാണോ മമ്മി? സത്യമാന്നേ. ചിന്നുമോള് പോയാൽ ചിന്നുമോളെ മമ്മി കാണാൻ വരുമോ? പിന്നെ ചിന്നുമോളെ എപ്പോഴും മമ്മി കാണാൻ വരും. പിന്നെ മമ്മി ചിന്നുമോളുടെ ഉയർച്ചയും സന്തോഷവും ദൂരത്ത് നിന്ന് കാണും. എന്താ ചിന്നുമോൾക്ക് സന്തോഷമായോ? സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് ചിന്നുമോളിങ്ങനെ ചിരിച്ചും കളിച്ചും മമ്മിയുടെ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അലീന, മോളെ മമ്മി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മമ്മി. ഇവളില്ലാതെ എനിക്കിനി ഒരു നിമിഷം പോലും പറ്റില്ല മമ്മി. മോളെ നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ. മനുഷ്യരായിട്ട് ജനിച്ച ദുഃഖങ്ങൾ ഒരുപാടുണ്ടാവും മോളെ. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. എന്തായാലും ഞാൻ പറയുന്നത് കേൾക്ക് മോളെ. സങ്കടം ഇല്ലാതെ മോൾ ഇവളെ കൊണ്ട് ആക്കിയിട്ട് വാ. അത് കേട്ടതും നമ്മുടെ ചിന്നുകുട്ടി അലീനയുടെ കവളത്തും ഉമ്മയൊക്കെ കൊടുക്കുക. അലീനയുടെ കവളത്തും ആനയുടെ കവളത്തും മമ്മിയുടെ കവളത്തൊക്കെ മാറി മാറി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നാലും ഇവളുടെ അമ്മ എന്തിനാ മമ്മി ഇവളെ ഉപേക്ഷിച്ചത്? ഇവളൊരു പാവമല്ലേ മമ്മി? ഒരമ്മയ്ക്കും ഒരു മക്കളെയും ഉപേക്ഷിക്കാൻ കഴിയില്ല മോളെ. അങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവളുടെ ഒരുപാട് വേദനയും കണ്ണുനീരും ഉണ്ടാവും. ആ അമ്മ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ പലരുടെയും ചതിയുണ്ടാവും. അവളുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇല്ലാതെ ഒരിക്കലും ഒരമ്മയും ഒരു മക്കളെയും ഉപേക്ഷിക്കില്ല. അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവരൊരിക്കലും അത് ചെയ്യില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് മമ്മിയും കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോളെ ഒരുക്കിക്കൊണ്ട് വരിക. അപ്പോഴേക്കും ചിന്നുകുട്ടി റെഡിയായോ? വാ നമുക്ക് പോകാം, പെട്ടെന്ന് പോകാം. എന്നാൽ മമ്മിക്ക് ഉമ്മ കൊടുക്ക്. ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് മമ്മിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ചിന്നുമോൾ എല്ലാവരും പെട്ടെന്ന് വിളിക്കുക. അങ്ങനെ അവരോട് യാത്രയും പറഞ്ഞ് ചിന്നുമോൾ അലീനയും ചിന്നുമോളെയും കൊണ്ട് പോവുക. ഈ സമയം മമ്മി ഭയങ്കരമായിട്ട് കരയുക. ഈശ്വര, ചിന്നുകുട്ടിയെ പിരിയാൻ
ഒരാഗ്രഹവും ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രജിത അമ്മ കണ്ണുനീർ തുടച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം ഓട്ടോക്കാരൻ ചോദിക്കുക, ഇതല്ലേ? ആ, ഇത് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് ചെല്ലുക. അകത്തേക്ക് ചെന്നപ്പോൾ കുറേ കുട്ടികളെയാണ് കാണിക്കുന്നത്. കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ചിരിയും കളിയും സന്തോഷവും. സിസ്റ്റർമാരുടെ ഇടയിൽ അച്ഛനൊന്നും ഇല്ലെങ്കിലും ആ സങ്കടമൊന്നും അറിയാതെ സിസ്റ്റർമാർ അവരെ വളർത്തുന്നത്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മതി മതി, കളിയൊക്കെ മതിയാക്കി എല്ലാവരും പോയി പഠിച്ചേ. അപ്പോൾ ഒരു കുട്ടി, ഞാൻ പോകണോ സിസ്റ്ററെ? നീ ആദ്യം പോകണം, കാരണം നിനക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഓടിച്ചു വിടുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ചിന്നുമോള് അവിടെ ഇറങ്ങിയിട്ട്, ഹായ് കളിപ്പാട്ടം, വാ ആൻറ്റി കളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊക്കെ ഓടിച്ചാടി നടക്കുക. അപ്പോഴേക്കും ചിന്നുമോൾ ഓടി അകത്തേക്ക് കയറിയതും സിസ്റ്റർ ചോദിക്കുക, ആരാ, എവിടെന്നാ? അപ്പോൾ ചിന്നുമോൾ ഒന്നും മിണ്ടാതെ അലീനയുടെ കയ്യിൽ പോയി ഓടിപ്പിടിക്കുക. ആരാ, ആരെങ്കിലും കാണാൻ വേണ്ടി വന്നാണോ? ഞങ്ങൾ നികേതനത്തിൽ നിന്നും വരുക. പ്രജിതാമമ്മി പറഞ്ഞിട്ട്, ഓഹോ വിളിച്ചായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സന്തോഷമായി. എന്താ മോളുടെ പേര്? അപ്പം ചിന്നുകുട്ടി ഒന്നും മിണ്ടാതെ പോയി അലീനയുടെ കൈ പിടിക്കുക. മോക്ക് ഇവിടെ കളിക്കാൻ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്, ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്, നമുക്ക് കളിക്കാം. വേണ്ട, ഞാൻ ആൻറ്റിയുടെ കൂടെ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ചിന്നുകുട്ടി അലീനയെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ അലീന പറയുക, അതെ മോളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ആക്കുന്ന വിവരം, അതുകൊണ്ട് മോളറിയുന്ന പോലെ ഒന്നും സംസാരിക്കല്ലേ. ഇല്ല പേടിക്കണ്ട, അങ്ങനെയൊന്നും സംസാരിക്കില്ല. ചിന്നുകുട്ടി, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് മോക്ക് കളിക്കാൻ. ദേ അവിടെയൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഇവിടെ മോളുടെ പ്രായത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പിള്ളേരായിരിക്കും. എന്നാൽ നമുക്ക് കളിക്കാൻ പോവാം. വേണ്ട. അപ്പോൾ ചിന്നുകുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്ന ആ പാവയുടെ പല്ലെണ്ണുക. 1 2 3 4 5 6 10 പല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിടുക്കിയാണല്ലോ. ചിന്നുകുട്ടിക്ക് എന്താ വേണ്ടത്? സിസ്റ്ററോട് പറ, സിസ്റ്റർ മേടിച്ചു തരാം. വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചിന്നുകുട്ടി അലീനയെ കെട്ടിപ്പിടിച്ച് കരയുക. ഈ സമയം എന്നവാ നമുക്ക് സിസ്റ്ററെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് ആ മറ്റേ സിസ്റ്ററെ കാണാനായിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയം അകത്ത് എന്നതും, ആ പ്രജിത മമ്മി എല്ലാം വിളിച്ചു പറഞ്ഞായിരുന്നു. പാവം, ദൈവവിധി അതല്ലേ, ദൈവം എന്ത് തീരുമാനിക്കുന്നോ അത് നടക്കട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും കാര്യം കുറച്ച് സീരിയസാണ്. മമ്മി മരുന്ന് കഴിച്ചാലും അതിനൊന്നും ഫലം ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ ഒരു സങ്കടം മനസ്സിനകത്തുണ്ട്. അത് കേട്ടതും എന്ത് ചെയ്യാനാ, എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവ് തീരുമാനിക്കട്ടെ, കർത്താവ് നിശ്ചയിക്കുന്നത് പോലെ നടക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ വേറൊരു വഴിയും നമുക്ക് ദൈവം തന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ ഇതാക്കണം. എന്താ അവയുടെ പേര്? അപ്പോൾ ചിന്നുകുട്ടി ഒന്നും മിണ്ടാതിരിക്കുക. മോക്ക് പഠിക്കാനൊക്കെ അറിയോ? പഠിക്കുന്നൊക്കെ ഉണ്ടോ? 1 2 3 ഒക്കെ പറയും, ABCD പറയും. ആഹാ, മിടുക്കിയാണല്ലോ. ചിന്നുകുട്ടി, ഇവിടെ കുറേ കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണണ്ടേ? വേണ്ട, ഞാൻ ആൻറ്റിയുടെ കൂടെ പോയിക്കോളാം. അത് കേട്ടതും, അത് പറ്റില്ല, ചിന്നുകുട്ടിക്ക് വലുതാവണ്ടേ, പഠിച്ചാലല്ലേ വലുതാവുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് ആൻറ്റിൻ്റെ വീട്ടിൽ പോകാം. അത് കേട്ടതും ചിന്നുകുട്ടി, വേണ്ട. സാരല്ല, പേടിക്കണ്ട, അവൾ ഇപ്പോൾ വാശി കാണിക്കുന്നതാ. പിള്ളേരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവൾ നിങ്ങളുടെ അടുത്തേക്കുള്ള ശ്രദ്ധ മാറ്റിക്കോളും. വാ എന്നും പറയാം. ദാ ഇത് മമ്മി തന്നു വിട്ടതാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ പറയരുത്. കൊച്ചിനെന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ചിലവാക്കാൻ പറഞ്ഞു. പിന്നീടുള്ള കാര്യം നോക്കാൻ പറ്റിയില്ലെങ്കിലോ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാരമില്ല, ഇത് മേടിക്കും. നിങ്ങൾ മേടിച്ചില്ലെങ്കിലും നിർബന്ധിച്ച് കൊടുക്കണമെന്ന് അമ്മാമ്മി പറഞ്ഞത്. അപ്പോൾ അവരത് മേടിക്കുക. പിന്നെ ഇത് പിള്ളേർക്ക് കൊടുക്കാനുള്ള മിഠായിയാണ്. അപ്പോൾ ആ കവറും അവർ മേടിക്കുക. എന്നിട്ട് നമ്മളെ ചിന്നുകുട്ടിയോട്, അതെ എന്നാൽ പിന്നെ മിഠായി ചിന്നുകുട്ടിയെ കൊണ്ട് കൊടുപ്പിച്ചാലോ, നമുക്ക് ഇവിടുത്തെ പിള്ളേരെയൊക്കെ കാണാം, മോളുടെ കൂട്ടുകാരെയൊക്കെ. വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വാ എന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയം അലീനെ ആനയും പിന്നാലെ പോവുകയാണ്. അങ്ങനെ എല്ലാവരെയും അവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. എല്ലാവരും അവിടെ പിടിച്ചു നിർത്തിയപ്പോൾ ചിന്നുകുട്ടിക്കാണെങ്കിൽ പിള്ളേരൊക്കെ കണ്ടപ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ ഒരു ചെറിയ പേടിയും. കാരണം അവരുടെയൊക്കെ വർത്തമാനത്തിൽ നിന്നും ചിന്നുകുട്ടിക്ക് ചിലതൊക്കെ മനസ്സിലായി. അവരവിടെ ചിന്നുകുട്ടി ഇട്ടേച്ച് പോകുമെന്നുള്ളൊരു ടെൻഷൻ ചിന്നുകുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക. ചിന്നുമോളെ, ഇതൊക്കെയാ മോളുടെ കൂട്ടുകാർ, നോക്കിയേ, എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാലേ മോളെല്ലാവർക്കും ഈ ചോക്ലേറ്റ് കൊടുത്തേ. അപ്പോൾ ചിന്നുകുട്ടി അത് മേടിക്കുക. എന്തിനാ ചോക്ലേറ്റ് കൊടുക്കുന്നേ? ഇതൊക്കെ മോളുടെ കൂട്ടുകാരല്ലേ. അപ്പോൾ ചോക്ലേറ്റ് കൊടുക്കണ്ടേ? ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ? മോളുടെ ബർത്ത്ഡേയാ. ആണല്ലേ, ഇന്ന് ചിന്നുകുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ? നിങ്ങൾ എന്നിട്ട് എന്താ പറയാ, ഞാൻ മറന്നുപോയോ? മറന്നുപോയി. ആണോ ആൻറ്റി? അലീന ആൻറ്റി, എൻ്റെ ബർത്ത്ഡേ ആണോ?
ആ ഇന്ന് മോളുടെ ബർത്ത്ഡേയാ, എന്നാൽ ചിന്നുകുട്ടി ചോക്ലേറ്റ് കൊടുക്കാം. അപ്പോൾ കേക്ക് വന്നില്ലേ ആൻറ്റി? അലീന ആൻറ്റി എന്താ കേക്ക് വരാത്തേ എന്നും ചിന്നുകുട്ടിയുടെ ചോദ്യം. അത് കേട്ടതും അലീന ചങ്ക് പൊട്ടി, ചങ്ക് തകർന്ന് ചിന്നുകുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കുക. രണ്ടുപേർക്കും സഹിക്കാൻ പറ്റുന്നില്ല ചിന്നുമോളുടെ ആ ചോദ്യം. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു